4 കാട്ടാനകളുടെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ പകർത്തി വൈൽഡ് ലൈഫ് വ്ളോഗറും IT ജീവനക്കാരനുമായ ബിബിൻ സെബാസ്റ്റ്യൻ. ഇത്രയും മാനകൾ കൊമ്പുകോർക്കുന്ന കാഴ്ച അപൂർവമായി കാണാൻ സാധിക്കുകയെന്നാണ് ബിബിൻ പറയുന്നത്. ഇതിനോടകം നിരവധി പേരാണ് ഡോട്ട് ഗ്രീൻ യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോ കണ്ടത്. കട്ടിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് അട്ട. ഇത് കൂടാതെ അട്ടയൊന്നും നേക്കാൻ നേരമില്ല, കാരണം മുള്ളും തെന്നലും. കണ്ണൂരിലെ ആലക്കോട് എന്ന മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബിബിൻ സെബാസ്റ്റ്യന് ചെറുപ്പം മുതലേ കാടും മലയും പ്രിയപ്പെട്ടതായിരുന്നു. ഡിഗ്രി പഠനം ആരംഭിച്ചതോടെ ആ ഇഷ്ടം കൂടുതൽ വളർന്നു. മൺസൂൺ ട്രക്കിങ്ങിന് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ചാറ്റൽ മഴയും മഞ്ഞും ഒട്ടും ചൂടില്ല. അതല്ലെങ്കിൽ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ മലമുകളിലൊക്കെ കയറുമ്പോഴത്തേക്ക് നല്ല വെയിലാണേ. ഇതിപ്പോൾ കണ്ടോ, ഇച്ചിരി നനയണം, ഇച്ചിരി അട്ടകടിയൊക്കെ കൊള്ളും, അതുപോലെ ചെളിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ്. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി കാട്ടിലൂടെ ആ ഇഷ്ടം ബിബിനെ നടത്തി. അതിലൊരു യാത്രയിലാണ് ബിബിൻ ആ അപൂർവ കാഴ്ച കണ്ടത്. കൊമ്പുകൾ തമ്മിൽ കൂട്ടുകൂട്ടുന്ന സൗണ്ട് കേട്ടോ. ആര് തമ്മിൽ എന്തിനാണ് പ്രശ്നം എന്നൊന്നും പിടികിട്ടുന്നില്ല. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ആഴ്ചയിലാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ തൊണ്ടിയാർ ബോർഡർ ഹൈക്കിങ്ങിൽ ബിബിൻ പങ്കെടുത്തത്. മുൻപ് പലകുറി പോയിട്ടുണ്ടെങ്കിലും മഴക്കാലത്തെ പെരിയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. എന്നാൽ കാട് സമ്മാനിച്ചത് മറ്റൊരു വിസ്മയം. കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോലെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് അവരുടെ കൊമ്പ് തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ്. ട്രക്കിങ്ങിന് പോയി തുടങ്ങുമ്പോൾ തന്നെ സൈറ്റിങ്സ് ഒരു പ്രതീക്ഷയില്ല, കാരണം മഴക്കാലത്ത് പൊതുവേ സൈറ്റിങ്സ് കുറവായിരിക്കും. പക്ഷേ പോയപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ആ ഒരു ട്രക്ക് ചെയ്തൊരു മല കയറാനുണ്ട്. മലയുടെ മുകളിൽ ചെന്നപ്പോഴത്തേക്കും താഴെ ആനക്കൂട്ടം ഉണ്ടെന്ന് ഗൈഡ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഒരു എലഫൻറ്റ് സൈറ്റിംഗ് ആയിട്ട് വിചാരിച്ചുള്ളൂ. പക്ഷേ ഞങ്ങൾ കുറച്ച് അപ്രോച്ച് ചെയ്യാവുന്ന ഡിസ്റ്റൻസിലേക്ക്, കാരണം ഗൈഡുമാരും ഫോറസ്റ്റ് ഗാർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അത് ഒരു സ്ട്രേഞ്ച് കൂട്ടമാണെന്ന്. കാരണം സാധാരണ ആനക്കൂട്ടത്തിലൊക്കെ കാണുന്നത് പിന്നെ ഒരു കൊമ്പനാനയോ അല്ലെങ്കിൽ അഡൾട്ട് ആവാത്ത കൊമ്പന്മാരെയൊക്കെ ആയിരിക്കും കൂടി ഉണ്ടാകുന്നത്. ഇത് നോക്കുമ്പോൾ 4 വലിയ കൊമ്പന്മാർ. അപ്പോൾ അത് ഭയങ്കര റയറാണ് ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഇതുപോലെ വലിയ കൊമ്പന്മാരെ കാണുക എന്നുള്ളത്. തന്നെയല്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയിരുന്നു. അതായത് നല്ല രീതിയിൽ കുത്തുപിടിക്കുന്നു. ആദ്യം തുടക്കത്തിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ സ്നേഹപ്രകടനമൊക്കെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ അതല്ലായിരുന്നു. പതിയെ അത് അടിയിലേക്ക് കയറി. പിന്നെ അത് ഭയങ്കര വലിയ രീതിയിലുള്ള ഫൈറ്റിലേക്ക് മാറി. പ്രത്യേകിച്ച് നമ്മൾ ആനകൾ തമ്മിലുള്ള ഫൈറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് 2 കൊമ്പന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും. ഇത് ഒരു വലിയ കൂട്ടം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുക. വളരെ റയറായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ വ്ളോഗായി ഡോട്ട് ഗ്രീൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട് ബിബിൻ. ടൈഗർ അടിച്ചിട്ടേക്കുന്നല്ലേ? ഒരു എമ്മണ്ടം കാട്ടുപോത്തിനെ എനിക്ക് എത്ര കാലമായിട്ടുണ്ട്? 1.5 മാസമായിട്ടുള്ളൂ അല്ലേ? ആമസോൺ കാട്ടിലേക്കുള്ള യാത്രയാണ് ബിബിൻ്റെയും സ്വപ്നം. ബിനു തോമസിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.